അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാകണം. അതിന് എന്തുണ്ട് മാർഗം? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളുമാണ് കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കുന്നത്. ഓരോരുത്തരും അവരുടെ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാകണമെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഐശ്വര്യമാകും. സമ്പത്തോ ആരോഗ്യമോ അല്ല കുടുംബത്തിൻ്റെ ഐശ്വര്യം. നല്ല ഭക്ഷണം ലഭിക്കലോ നല്ല ആഡംബരമായുള്ള ജീവിതങ്ങളോ അതല്ലെങ്കിൽ വലിയ വീടുകളിലുള്ള താമസങ്ങളോ പഞ്ചനത്ര സൗകര്യത്തോടു കൂടിയുള്ള വീടുകളിലോ അല്ല താമസങ്ങളോ ഒന്നും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മറിച്ച് വാക്ക്, പെരുമാറ്റം, സ്നേഹം, ബന്ധം എന്നിവയെല്ലാം നന്നാകുമ്പോൾ മാത്രമേ കുടുംബജീവിതം ഐശ്വര്യപൂർണമാവുകയുള്ളൂ. അള്ളാഹു ഐഹിക കുടുംബത്തോടൊപ്പമുള്ള ഐഹിക ജീവിതമാണ് പ്രധാനമായി പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, അതോടൊപ്പം രക്തബന്ധമുള്ള ആളുകൾ ഒക്കെയാണ് കുടുംബത്തിൽ പെടുന്നത്. വീട് അതൊരു സന്തോഷ ഭവനമായിരിക്കണം. ആ സന്തോഷ ഭവനമാകണമെങ്കിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണം. സൗഹൃദത്തോടെ, ഐശ്വര്യത്തോടെ, സഹകരണത്തോടെ ഓരോ വീട്ടിലെ അംഗങ്ങളും ജീവിക്കുമ്പോൾ മാത്രമേ ആ വീട്ടിൽ ഐശ്വര്യപൂർണമായ ജീവിതം ഉണ്ടാകുകയുള്ളൂ. കുടുംബത്തിൽ അക്രമങ്ങളും കലഹങ്ങളും വർദ്ധിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പലതും പലപ്പോഴും പല രൂപത്തിലായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബകലഹങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം വിവാഹ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതും വർദ്ധിച്ചു വരികയാണ്. കുടുംബകലഹങ്ങൾ മാത്രമല്ല നടക്കുന്നത്, കുടുംബത്തിൽ കൂട്ട കൊലപാതകങ്ങളും വിശ്വാസമില്ലായ്മയുമെല്ലാം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു പരിഹാരം? പലരും ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. പരിഹാരങ്ങൾ പലപ്പോഴും പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ കുടുംബത്തിൽ വേണ്ടത് സ്നേഹങ്ങളാണ്, സന്തോഷങ്ങളാണ്. സന്തോഷത്തോടു കൂടി അന്തിയുറങ്ങാനായിരിക്കണം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ കൊല ചെയ്യുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബ ജീവിതം അത് പരസ്പരം ബഹുമാനമാണ്, ആദരവുകളാണ്. മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കണം, ആദരിക്കണം. അതോടൊപ്പം മക്കളോട് മാതാപിതാക്കൾ കരുണ കാണിക്കണം. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. അവർക്ക് സ്നേഹങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ആ സ്നേഹങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് സ്നേഹങ്ങൾ തിരിച്ചു ലഭിക്കുന്നു. ഇപ്പോൾ പണത്തിന്റെ പിന്നാലെയാണ് പോകുന്നത്. പണമുണ്ടാക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു. അത്തരം കുടുംബങ്ങളിൽ മക്കളുമായുള്ള ബന്ധങ്ങൾ നല്ല നിലക്കാണോ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഉറക്കമറ്റാത്ത ചെറിയ മക്കളെ ആയമാരേൽപ്പിച്ചുകൊണ്ട് ഭാര്യമാർ ജോലിക്ക് പോകുമ്പോൾ ആ കുട്ടി വളരുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആയയിൽ നിന്നുള്ള സംസാരങ്ങളാണ്, ആയയുടെ സംസ്കാരങ്ങളാണ് ആ കുട്ടി കാണുന്നത്. മാതാപിതാക്കളുമായി ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്ത്? പണമുണ്ടാകാം, പക്ഷേ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ശിഥിലമാകുന്നു. നമ്മൾ ശ്രദ്ധിക്കുക. പണം ഇന്നുണ്ടാകും, നാളെ പോകും. ജോലി ഇന്ന് ലഭിച്ചേക്കാം, നാളെ നഷ്ടപ്പെട്ടേക്കാം. അത് തിരിച്ചെടുക്കാനും സാധിച്ചേക്കാം. എന്നാൽ കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന, മക്കളിലുണ്ടാകുന്ന ബന്ധവിച്ഛേദനങ്ങൾ അത് നഷ്ടപ്പെട്ടാൽ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കുടുംബജീവിതം നമ്മൾ നയിക്കേണ്ടത്. ഭാര്യ ഭർത്താക്കളുമായി ജീവിക്കുമ്പോൾ തന്നെ മനസ്സറിഞ്ഞ് പൊരുത്തങ്ങൾ വേണം. മക്കൾ ജനിക്കുമ്പോൾ കണ്ടു പഠിക്കാനുള്ളത് മാതാപിതാക്കളുടെ സ്നേഹജീവിതങ്ങളായിരിക്കണം. ഏതൊരു കുട്ടിയുടെയും പ്രഥമമായ കലാലയം അത് അവൻ്റെ വീടാണ്. ആ കുട്ടിയുടെ പ്രഥമ ഗുരുവാരാണ്? അത് അവൻ്റെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ എത്രമാത്രം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും മക്കൾക്ക് മുന്നിൽ ജീവിച്ചു കാണിക്കുന്നുവോ അതിനനുസരിച്ച് ആ കുട്ടികളിലും മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതല്ല, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കലഹിക്കുന്നവരാണ്, അതും മക്കളുടെ മുന്നിൽ വെച്ചാണ് ആ കലഹിക്കുന്നത് എങ്കിൽ ആ കുട്ടികൾ പലപ്പോഴും നല്ല കുടുംബജീവിതത്തിന് പറ്റിയ രൂപത്തിൽ വളർന്നു കൊള്ളണം എന്നില്ല.
കാരണം കുട്ടി പഠിച്ചതെന്ത്? മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങളാണ് കുട്ടി ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള വൈരാഗ്യങ്ങളാണ് കുട്ടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടിയുടെ മനസ്സിലേക്ക് എപ്പോഴും ആവാഹിച്ചു വരുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയിൽ എങ്ങനെ സ്നേഹങ്ങൾ വരും, എങ്ങനെ ബഹുമാനങ്ങൾ വരും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു കുട്ടികൾക്ക് മുന്നിൽ ഒരിക്കലും മാതാപിതാക്കൾ കലഹിക്കാൻ പാടില്ല. വല്ല എന്തെങ്കിലുമൊക്കെ അസുരാസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ അസുരാസ്യങ്ങൾ ഒരു നിലക്കും കുട്ടികൾക്ക് മുന്നിൽ അത് പ്രകടിപ്പിക്കരുത്. അത് വലിയ തർക്കത്തിലേക്കും വക്കാണത്തിലേക്കും എത്തുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. മക്കൾ വളർന്നു വരേണ്ടത് മാതാപിതാക്കളുടെ ലാളനയേറ്റുകൊണ്ടായിരിക്കണം, മാതാപിതാക്കളുടെ സ്നേഹങ്ങൾ കിട്ടിക്കൊണ്ടായിരിക്കണം ഓരോ കുട്ടികളും വളരേണ്ടത്. അതിനനുസരിച്ചുള്ള സ്നേഹങ്ങൾ മാതാപിതാക്കൾ അവർക്ക് നൽകണം എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ എല്ലാ ചെറുതും വലുമായ ജോലികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. അപ്പോൾ ഭർത്താക്കന്മാർ പറ്റുന്ന രൂപത്തിലെല്ലാം ഭാര്യമാരെ സഹായിക്കണം. തിരിച്ചും ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ പലതായ വിഷയങ്ങളുണ്ടാകും, ജോലി തിരക്കുകളുണ്ടാകും. അത് കണ്ടറിഞ്ഞ് അവരെയും വേണ്ട രൂപത്തിൽ സഹായിക്കാൻ ഭാര്യമാര് തയ്യാറാകണം. അപ്പോഴാണ് അവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ വലുതായി വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക. പേരമക്കൾക്ക് ലാളിക്കുമായിരിക്കും, എന്നാൽ മക്കളും പേരമക്കളും അടങ്ങുന്ന ഒരു വീടിന്റെ അകത്തളം എപ്പോഴും സ്നേഹപൂർണ്ണമായിരിക്കണം. മക്കളെ ലാളിക്കണം, അതോടൊപ്പം പേരമക്കളുണ്ടായിരിക്കാം. ആ പേരമക്കളെയും ലാളിക്കണം. ആ പേരമക്കളെ ലാളിക്കുമ്പോൾ ആ മക്കൾക്ക് നമ്മോടൊരു സ്നേഹമുണ്ടാകും. സ്വന്തം മക്കൾക്ക് സ്നേഹമുണ്ടാകാൻ പേരമക്കളെ ലാളിക്കുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മാതാപിതാക്കൾ മക്കൾക്കിടയിൽ നീതി പാലിക്കണം. പലപ്പോഴും പല വീടുകളിലും കാണുന്ന ഒരു പ്രശ്നങ്ങളാണ് മക്കൾക്കിടയിൽ പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ നീതി പാലിക്കുന്നതിൽ തുല്യത പാലിക്കുന്നില്ല എന്നുള്ളത്. അത് നല്ലതല്ല. ഏത് മക്കളാണെങ്കിലും, ചിലപ്പോൾ ഉപകാരം ചെയ്യുന്ന മക്കളായിരിക്കാം, അതല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുന്ന മക്കളായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തികമായി ചില മക്കൾക്ക് ഉയർന്നിരിക്കും. ആ മക്കൾ കൂടുതൽ സാമ്പത്തിക സഹായം മാതാപിതാക്കൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വിവേചനം കാണിക്കാൻ പാടില്ല. ഒരിക്കലും ആ മക്കളോട് പ്രത്യേകമായി സ്നേഹം കാണിക്കാൻ പാടില്ല. സാമ്പത്തികമായി സഹായിക്കാത്ത മക്കളെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാത്ത മക്കളെ ഒരു നിലക്കും വിവേചനം കാണിക്കാൻ നമ്മൾ പാടില്ല. അത് വളരെ ദോഷം ചെയ്യുന്നതാണ്. മക്കൾക്ക് സാമ്പത്തിക സഹായം അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോഴും നീതി പാലിക്കണം, വിവേചനമില്ലാതെ നീതി പാലിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ല എങ്കിൽ ചിലപ്പോൾ ഒരു മകൻ ചിലപ്പോൾ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കുകയാണെങ്കിൽ മറ്റു മക്കളുടെ സമ്മതത്തോടു കൂടി തന്നെയായിരിക്കണം ആ സഹായം ചെയ്യേണ്ടത്. അതല്ലാതിരുന്നാൽ അവർക്കിടയിൽ വൈരാഗ്യങ്ങൾ വളർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്നേഹവും അതേപോലെ തന്നെ ആയിരിക്കണം. എല്ലാ മക്കളോടും സ്നേഹം ഒരുപോലെ പ്രകടിപ്പിക്കണം. ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്കിടയിലും സ്നേഹപ്രകടനത്തിൽ വിവേചനം ഒരു നിലക്കും പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് മക്കളോട് നീതിപൂർവമായി പെരുമാറണം. എല്ലാ മക്കളെയും ഒരുപോലെ കാണാനും ഒരേ രൂപത്തിൽ പെരുമാറാനുമായിരിക്കണം ശ്രമിക്കേണ്ടത്. അതല്ല എങ്കിൽ മക്കൾക്കിടയിലെ വിവേചനം അത് നമ്മുടെ ഭാവി ജീവിതത്തെ ബാധിക്കും. അത് കുടുംബജീവിതത്തെ തകരാൻ കാരണമാകും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീടിന്റെ അകത്തളം സന്തോഷകരമായിരിക്കുമ്പോൾ അത് സമൂഹത്തിൽ പ്രകടമാകും. മാത്രമല്ല ഈ പ്രകടനം മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്രദവും അവർക്ക് ജീവിതത്തിൽ പകർത്താനും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.